മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് പ്രഖ്യാപനമുണ്ടായതിന് പിന്നാലെ റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് വയനാട്ടിലെത്തുകയാണ്. നെടുമ്പാല എസ്റ്റേറ്റിലും എൽസ്റ്റൺ എസ്റ്റേറ്റിലും ആസ്തി പരിശോധനയുടെ ഭാഗമായുള്ള സർവേ ഇന്നും തുടരും. അതേസമയം വീട് നിർമ്മാണത്തിന് 5 സെന്റ് ഭൂമി എന്ന പ്രഖ്യാപനം അംഗീകരിക്കില്ല എന്നാണ് ആക്ഷൻ കൗൺസിലിൽ നിലപാടെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നെടുമ്പാല എസ്റ്റേറ്റിൽ നിന്ന് സമീർ സി മുഹമ്മദ് നമുക്കൊപ്പം ചേരും. അതോടൊപ്പം എൽസ്റ്റൺ എസ്റ്റേറ്റിലേക്ക് സുർജിത്ത് അയ്യപ്പത്ത് എത്തുന്നുണ്ട്. ആദ്യം സമീർ സി മുഹമ്മദിലേക്ക്. സമീർ, ഗുഡ് മോർണിംഗ്. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. സമീർ, പറയൂ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് ഒരു സന്തോഷത്തിൻ്റെ നാളുകളിലേക്ക് തന്നെയാണ് തുടക്കമാവുന്നത്. കഴിഞ്ഞ 5 മാസമായി വലിയ ദുരന്തത്തിലാണ് അവർ കഴിയുന്നത്. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുന്നു എന്നുള്ളത് തന്നെയാണ് ആ സന്തോഷകരമായ കാര്യം. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾക്ക് തുടക്കമാവുന്നു. മന്ത്രി കെ രാജൻ 10 മണിയോടുകൂടി ജില്ലയിലെത്തും. കലക്ട്രേറ്റിലുള്ള ഒരു അവലോകന യോഗമുണ്ട്. അതിനുശേഷം ഈ 2 ടൗൺഷിപ്പുകൾക്കായി ഏറ്റെടുക്കുന്ന സ്ഥലത്തേക്ക് മന്ത്രി എത്തും. ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുമ്പാല എസ്റ്റേറ്റിലാണ്. മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റാണ്. എനിക്ക് പിറകിൽ കാണുന്നതാണ് നെടുമ്പാല എസ്റ്റേറ്റ്. ഇവിടെ നിന്ന് 48.96 ഹെക്ടർ ഭൂമിയാണ് ഇതിനായി ഏറ്റെടുക്കുന്നത്. ഇവിടെയായിരിക്കും ഒരു ടൗൺഷിപ്പ് ഉണ്ടാവുക. വിപുലമായിട്ടുള്ള സംവിധാനത്തോടെ സൗകര്യങ്ങളോട് കൂടിയുള്ള ടൗൺഷിപ്പാണ് ഉണ്ടാവുക. നമുക്കിപ്പം മേപ്പാടി പഞ്ചായത്തിലെ ക്ഷേമകാര്യ സമിതിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള രാജു ഉണ്ട്. അതുപോലെ തന്നെ നാട്ടുകാരായിട്ടുള്ള നാസർ, അതുപോലെ ഈ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനത്തെ കാണുന്നത്? ഈ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഏകദേശം 5 മാസം പിന്നിട്ടിരിക്കുകയാണ് മുണ്ടക്കൈ ദുരന്തം നടന്നിട്ട്. അപ്പം ദുരന്തബാധിതരൊക്കെ വളരെ നിരാശയോടെയാണ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു പ്രഖ്യാപനം വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അവർ ആശങ്കയ്ക്ക് ഒരു പരിഹാരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രഖ്യാപനത്തെ കാണുന്നത്. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ആ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ കൂടെയുള്ളത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാസർ കൂടിയാണ്. എന്തായാലും മേപ്പാടി പഞ്ചായത്ത് 4-ാം വാർഡിലാണ്, എൻ്റെ വാർഡിൽ കൂടിയാണ് ഈ സ്ഥലമുള്ളത്. നല്ല സ്ഥലമാണ്, എല്ലാം കൊണ്ടും അനുയോജ്യമായ സ്ഥലമാണ്. അതിനിടയ്ക്ക് നെടുമ്പാലയിൽ 10 സെൻറ്റ് സ്ഥലവും വീടും, എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 5 സെൻറ്റ് സ്ഥലവും വീടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ ആളുകളെ ബന്ധപ്പെട്ട് അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അതിനകത്ത് അവർ പറയുന്നുണ്ട്. കാരണം അവർക്ക് 10 സെൻറ്റ് തന്നെയാണ് ആവശ്യമെന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി അനുഭവപൂർവ്വം പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ സർക്കാർ സ്ഥലമേറ്റെടുക്കൽ മുന്നോട്ട് വരുമ്പോൾ വിക്ടിംസ് 5 മാസമായിട്ട് എവിടെയാണെന്ന് അറിയാതെ നിൽക്കുന്നവർക്ക് സന്തോഷകരമായ കാര്യമാണ്. കാരണം മേപ്പാടി പഞ്ചായത്ത് തന്നെ അവരെ പുനരധിവസിപ്പിക്കണം എന്നാണ് പഞ്ചായത്ത് ആയിട്ടുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അതിൻ്റെ ഒപ്പം അതിൻ്റെ ലിസ്റ്റുകൾ ഫൈനലായിട്ട് ഉണ്ടാക്കണം. പിന്നെ സർക്കാർ ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ സേഫ് സോൺ ഏതാണ്, അൺസേഫ് ഏതാണെന്നുള്ളത് വിചാരിച്ചാണ്. അപ്പോൾ അത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, സർക്കാർ മാർക്ക് ചെയ്തിട്ടില്ല. അത് മാർക്ക് ചെയ്താലാണ് ഇതിൻ്റെ യഥാർത്ഥ വിക്ടിംസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുനരധിവസിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെ അവിടെ എന്തായിട്ടില്ല, സേഫ് സോൺ ഏതാണ്, അൺസേഫ് ഏതാണെന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, മാർക്ക് ചെയ്തിട്ടില്ല. സർക്കാർ പുനരധിവസിപ്പിക്കുകയാണെങ്കിൽ ഈ നെടുമ്പാല സ്റ്റേറ്റിൽ പുനരധിവസിപ്പിക്കുകയാണെങ്കിൽ ഒരു മേപ്പാടി പഞ്ചായത്ത് തന്നെ ആവും. അവിടെ ഉറ്റവരും ഉടവരും ഒക്കെ ഉള്ളത്, ഇനി ബാക്കിയുള്ള കുടുംബങ്ങളുടെ അവിടെ ഉറ്റവരും ഉടവരും കുടുംബങ്ങളൊക്കെ ഉള്ളത് ഈ മേപ്പാടി പഞ്ചായത്തിൻ്റെ പരിസരപ്രദേശത്താണ്. അവർ കൽപ്പറ്റയിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായ ഒരു മാനസിക വിഷമമുണ്ട്. അവർ മേപ്പാടി പഞ്ചായത്ത് തന്നെ പുനരധിവസിപ്പിക്കുകയാണെങ്കിൽ അവിടെ കൂട്ടങ്ങളും കുടുംബങ്ങളും ഒക്കെ ഉള്ളത് ഈ മേപ്പാടി പഞ്ചായത്തിന് ചുറ്റുവട്ടത്താണ്. അപ്പോൾ ഞങ്ങൾ മേപ്പാടി പഞ്ചായത്ത് തന്നെയാണ് അവരെ പുനരധിവസിപ്പിക്കണമെന്ന് മേപ്പാടി പഞ്ചായത്തിന് പറയാനുള്ളത്. എസ് കെ എൻ, എന്തായാലും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുകയാണ്. അതിലിപ്പോൾ ആളുകൾക്കുള്ള ഒരു ആശങ്ക 5 സെൻറ്റ് മാത്രമായി ഭൂമി ഒതുങ്ങുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു അനുഭവമായിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യമാണ് നാട്ടുകാരൊക്കെ മുന്നോട്ട് വെക്കുന്നത്, ദുരന്ത ബാധിതർ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾക്ക് തുടക്കമാവുകയാണ്. ഞാൻ നിൽക്കുന്ന നെടുമ്പാല എസ്റ്റേറ്റിലാണ് ഒരു ടൗൺഷിപ്പ് വരുന്നത്. ഒരു താമസ സൗകര്യം മാത്രമല്ല, വിപുലമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്, മാർക്കറ്റുണ്ട്, ആശുപത്രിയുണ്ട്, അങ്കണവാടിയുണ്ട്. താങ്ക് യു സമീർ സി മുഹമ്മദിനി. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്തോട് ശരിയാണ്. സുർജിത്ത്, പറയൂ, അവിടെ നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കാര്യം ഈ ടൗൺഷിപ്പ് വളരെ വേഗം നടക്കണം, നമുക്കതേ ഉള്ളൂ. തീർച്ചയായും എസ് കെ എൻ, അതുതന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ടൗൺഷിപ്പ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. ഈ പ്രഖ്യാപനം, മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ സ്വീകരിച്ചുവെങ്കിലും ഈ ദുരന്തബാധിതരെ സംബന്ധിച്ച് അവർ പറയുന്ന കാര്യം, അതിൽ 5 സെൻറ്റ് 10 സെൻറ്റ് ഒരു വിഭജനം പാടില്ല, എല്ലാവർക്കും 10 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്നുള്ള തരത്തിലേക്ക് തീരുമാനം വേണം എന്നുള്ള തരത്തിലാണ് ദുരന്തബാധിതർ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ്. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഏറ്റെടുക്കുന്നത് ഇവിടെ അതിൻ്റെ ഫിസിക്കൽ സർവേ ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റെടുക്കുന്നത് 58 ഹെക്ടറിലാണ്. ടൗൺഷിപ്പ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ 5 സെൻറ്റ് ഭൂമിയിലാണ് വീട്. എന്തായാലും ദുരന്ത ബാധിതനാണ് സുബൈർ ബാവ. മക്കളെ നഷ്ടപ്പെട്ട ആളാണ്. അവരുടെ ഉമ്മയും അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഉണ്ട്. ചുരുമല സ്വദേശികളായിരുന്നു. ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഇവർ താമസിക്കുന്നത്. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ?
ഇപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൽപ്പറ്റ ടൗൺഷിപ്പിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം 5 സെൻറ്റ് സ്ഥലം ത്തിലാണ് നമ്മൾ വീട് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ടൗൺഷിപ്പും കൂടിയുണ്ട്. അപ്പോൾ ആ ടൗൺഷിപ്പിൻ്റെ ആവശ്യം ഇപ്പോൾ കൽപ്പറ്റയെ സംബന്ധിച്ച് വേണ്ട എന്നാണ് ഞങ്ങളൊരു തീരുമാനം. കാരണം അതിന് പകരം ഞങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലവും വീടും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കൽപ്പറ്റയാണെങ്കിൽ ഹോസ്പിറ്റലുകളുണ്ട്, സ്കൂളുകളുണ്ട്, എല്ലാ അടിസ്ഥാന സൗകര്യമുള്ള 1 കിലോമീറ്റർ അകലെയാണ് നമ്മളിപ്പോൾ ഈ എലസ്റ്റൻ എസ്റ്റേറ്റ് പറഞ്ഞ സംഭവം. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു മറ്റുള്ള ഒരു ടൗൺഷിപ്പിൻ്റെ ആവശ്യമില്ല. അതിന് പകരം ഞങ്ങൾക്ക് ഒരു 10 സെൻറ്റ് സ്ഥലവും അതിലൊരു വീടും നിർബന്ധമായും വേണം. അല്ലാതെ ടൗൺഷിപ്പിന് പകരം അതിന് പകരം ഞങ്ങളോട് ഒരു 5 സെൻറ്റ് കൂടി കൂട്ടി തരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ഇതായിരിക്കും ഉണ്ടാവുക. മറ്റെന്തെങ്കിലും ആവശ്യം സർക്കാർ പരിഗണിക്കേണ്ടതായിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക്? അതെ, ഇപ്പോഴും ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ട്. 31 പേരെ DNA ടെസ്റ്റ് കിട്ടാനുണ്ടല്ലോ. അത് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ അത് ഞങ്ങൾക്ക് നിർബന്ധമായും കിട്ടിയിരിക്കണം. അത് കിട്ടിയാലേ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം ഒരു മോൻ്റെ കൂടി DNA കിട്ടാണ്ട്. അതുപോലെ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. 31 ഇതായില്ലേ, അപ്പോൾ 31 DNA കൂടി കിട്ടാനുണ്ട് നമുക്ക്. എന്തായാലും മന്ത്രി കെ രാജൻ ഇന്ന് ഇവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം ഇവിടേക്കുള്ള യാത്രയിലാണ്. ഇന്ന് 10:10 ഒരു അവലോകന യോഗം കളക്ട്രേറ്റിൽ ചേരുന്നുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇവിടെ ടൗൺഷിപ്പിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ, അതായത് സ്കൂളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും എല്ലാം തന്നെ ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ എലസ്റ്റൻ എസ്റ്റേറ്റിൽ ആ തുക കൂടി ഈ വീടുകൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സർക്കാർ ആലോചിക്കുമോ എന്നുള്ളത് ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അത് മന്ത്രി തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. എന്തായാലും ഈ 10 സെൻറ്റ് 5 സെൻറ്റ് എന്നുള്ള വിഭജനം ഈ വീട് വിതരണത്തിൽ കാണിക്കരുത് എന്നുള്ളത് തന്നെയാണ് ദുരന്തബാധിതർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. SKN. ഓക്കെ, താങ്ക് യു.